Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലുണ്ടായതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. LDFും UDFും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ NDA ആ വെല്ലുവിളി ഏറ്റെടുത്തു. വികസിത കേരളം, വികസിത നിലമ്പൂർ, അതാണ് BJPയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. LDFും UDFും അവര് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ്സിനെ കണ്ടപ്പോൾ ഞങ്ങൾ NDA ഇതൊരു ചാലഞ്ചായിട്ട് കാണുന്നു. ഇവിടെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, ഇതുവരെ 60-65 കൊല്ലം നടന്ന LDFിന്റെ UDFിന്റെ ഒരു വികസന വിരുദ്ധ അഴിമതിന്റെ ഒരു രാഷ്ട്രീയം, ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം, ഒരു പവർ പോളിറ്റിക്സ്, ഒരു അവസരവാദ രാഷ്ട്രീയം, അതൊരു ചോയ്സാണ്. അതിലൊരു മാറ്റമില്ല. അവരെ കാൻഡിഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റമില്ല. മറ്റൊരു ചോയ്സ് BJP NDA മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം, വികസിത നിലമ്പൂർ ഇതിന്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി 15 കൊല്ലം ഇന്ത്യനെ കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും. രണ്ട് ചോയ്സാണ്. ഒന്ന്, പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം. മറ്റേത് BJP NDAന്റെ ഭാവി, ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന രാഷ്ട്രീയം. ഇതാണ് ചോയ്സ്. ജനങ്ങൾ തീരുമാനിക്കും. മോഹൻ ജോർജ് സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ്, നിലമ്പൂരിന്റെ ഒരു മകനുമാണ്, ഒരു ലീഡറുമാണ്. ഈ വികസന സന്ദേശം, ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം 100% വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ ഞങ്ങൾ എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും. ഈ മെസ്സേജ് മുമ്പോട്ട് വയ്ക്കും. ജനങ്ങൾ തീരുമാനിക്കും. എന്തുകൊണ്ടാണ് അതായത് ഇതൊരു പാർട്ടിയിൽ നിന്നല്ലാത്ത ഒരാളെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കേണ്ടത്? വളരെ ശക്തമാണ് മണ്ഡലത്തിൽ. അവരുടെ പോലും സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ BJP പുറത്തു നിന്നൊരാളെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ NDA ഇത് ഒറ്റക്കെട്ടായിട്ടാണ് ഇത് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് 4-5 ദിവസം മുമ്പേ എന്താണ് LDF ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് വരാൻ പോകുന്നുണ്ടോ, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കണം. ഞാൻ അന്ന് പറഞ്ഞു ഇതൊരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ. അപ്പോ അവരിങ്ങനെ ഒരു പഴയ ഒരു എന്താ പറയാ, ആ പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ചാലഞ്ചായിട്ട് കാണുന്നു. ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ മുമ്പോട്ട് വെക്കുന്നു, വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റ് മുമ്പോട്ട് വെക്കുന്നു. നോക്കൂ, BJPയിൽ ഇന്നലെയല്ല നാളെയും എത്രയോ ജനങ്ങൾ മറ്റേ പാർട്ടിയിൽ നിന്ന് ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരും. അവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും. നമുക്ക് വേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും നാടിനെ നന്നാക്കാനും നമ്മുടെ നാടിനൊരു വികസിത കേരളം ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മുടെ പാർട്ടിയിൽ സ്വാഗതം ഞങ്ങൾ ചെയ്യും. ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ട എന്നൊരു മൂടായിരുന്നു അല്ല, അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഒരു അനാവശ്യമായ ഒരു ഇലക്ഷൻ ആണ്. ഈ 40-50 കോടിയെല്ലാം ചെലവ് ചെയ്തിട്ട് ആ കാശ് സേവ് ചെയ്താൽ ഇവിടെ ഹോസ്പിറ്റല്, ഇവിടെ ഇല്ലാത്ത സ്റ്റേഡിയം, ഇവിടെ എത്രയോ ഗ്രാമപഞ്ചായത്തിൽ ശ്മശാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ കാശ് എത്രയോ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാശല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് ആദ്യം പറഞ്ഞു ഇതൊരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ആ ഒരു പഴയ രാഷ്ട്രീയം, തെറിയും വിമർശവും ഒന്നും, ഒരു വികസനത്തിന്റെ ഒരു വാക്ക് പറയാണ്ട് രണ്ട് പാർട്ടി 3 കാൻഡിഡേറ്റ് പുറത്തു വരുമ്പോൾ ഇവിടെ ഈ വികസിത കേരളം, ഈ വികസന സന്ദേശം ഞങ്ങൾ മുമ്പോട്ട് വെക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതായത് NDA തീരുമാനിച്ചു. എന്നിട്ടാണ് മോഹൻ ജോർജിനെ ഞങ്ങൾ കാൻഡിഡേറ്റ് ആക്കിയത്. ജനങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. മോഹൻ ജോർജ് നിലമ്പൂരിന്റെ മകനാണ്. NDA ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പുതിയ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് തേടിയത്. BJPയിലേക്ക് വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. പഴയ രാഷ്ട്രീയമാണ് മറ്റു 3 സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.